ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ അനുസ്മരണ കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുശോചന കുറിപ്പ് വരുമ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടതാണ് സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്ത ശേഷം പറവൂരിലെ ജനാവലി നൽകിയ ആ സ്വീകരണത്തിൽ എത്ര ആഹ്ലാദവാനായിട്ടാണ് സലീം കുമാർ എത്തിയതെന്ന് നമ്മളൊക്കെ അന്ന് കണ്ടതാണ്. അന്ന് പ്രധാനപ്പെട്ട എല്ലാവർക്കുമൊപ്പം മുൻനിരയിൽ തന്നെ സലീം കുമാർ അവിടെ ഇരുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, പാർട്ടിക്ക് അധികാരമില്ലാത്തപ്പോഴും കൂടെ നിന്ന സലീം കുമാറിനെ എങ്ങനെയാണ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം എത്ര പ്രധാനപ്പെട്ടതാണ് പാർട്ടിക്ക് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ജെസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അനുശോചന കുറിപ്പിൽ നിന്ന് പറയാം, സലീം കുമാർ എന്ന വ്യക്തി എനിക്കൊരു ചലച്ചിത്ര താരം മാത്രമല്ല, എൻ്റെ കൂടപ്പിറപ്പ്, കുടുംബാംഗം, സഹോദരൻ. എന്താണ് പറയേണ്ടതെന്നറിയില്ല. അവസാനമായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറവൂരിലെ ജനങ്ങൾ എനിക്ക് നൽകിയ സ്വീകരണ വേദിയായിരുന്നു സലീം കുമാറിൻ്റെ അവസാന പൊതുപരിപാടി. എന്തൊരു സന്തോഷമായിരുന്നു ആ മുഖത്ത്. ക്ഷീണിച്ച മുഖത്തെ ആ ചിരി ഇപ്പോഴും മനസ്സിലുണ്ട്. എൻ്റെ മാത്രമല്ല, പറവൂരുകാരുടെ മുഴുവൻ മനസ്സിൽ. വടക്കൻ പറവൂരിൻ്റെ അഭിമാനമായിരുന്നു സലീം കുമാർ. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചലച്ചിത്ര മേഖലയിലെ പലരും നിലപാട് പറയാൻ മടിച്ചു നിന്നപ്പോഴും ഒന്നും ആഗ്രഹിക്കാതെ കോൺഗ്രസ് രാഷ്ട്രീയം പൊതുവേദികളിൽ തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറായി. ദാരിദ്ര്യവും കഷ്ടപ്പാടുമുള്ള സാധാരണ കുടുംബത്തിൽ ജനിച്ച് ദേശീയ പുരസ്കാര നിറവിലെത്തിയ കലാകാരൻ, ഓസ്കാർ നോമിനേഷനിലേക്ക് വരെ എത്തിയ പ്രതിഭ. എൻ്റെ തിരഞ്ഞെടുപ്പുകളിലൊക്കെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് സലീം കുമാർ ആയിരുന്നു. അത് തൻ്റെ മാത്രം അവകാശമായി അദ്ദേഹം ഏറ്റെടുത്തു. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയായിരുന്നു ഉദ്ഘാടകൻ. എൻ്റെ വിജയത്തിലും സ്ഥാനലബ്ധിയിലും ഇത്രയേറെ സന്തോഷിച്ച കൂടപ്പിറപ്പ്. സന്തോഷം നിറഞ്ഞ ആ മുഖം മാത്രമാണ് മനസ്സിൽ, മറക്കാനാവുന്നില്ല. സുനിതയെയും മക്കളെയും എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയില്ല. അവരുടെ ദുഃഖം അവരുടെ മാത്രം ദുഃഖമല്ലല്ലോ. സലീം കുമാർ എന്ന അതുല്യ കലാകാരൻ നമ്മെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം. ഇത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ്റെ മാത്രം വാക്കുകളായി കാണാൻ കഴിയില്ല. സലീം കുമാർ എന്ന അതുല്യ കലാകാരൻ നമ്മെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ആഗ്രഹിക്കാനാണ് നമുക്കൊക്കെയും ഇഷ്ടം എന്നതാണ് യാഥാർത്ഥ്യം. വളരെ ആത്മാർത്ഥമായ ബന്ധം അവർ തമ്മിലുണ്ടായിരുന്നു. അത് നമുക്കൊക്കെ അറിയാം. പറവൂരുകാരുടെ സ്വന്തമായിരുന്നു സതീശനും സലീം കുമാറും. വി.ഡി. സതീശൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉദ്ഘാടനം, അത് നമുക്കറിയാം. എത്രയോ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സലീം കുമാർ തന്നെയായിരുന്നു നിർവഹിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഏറ്റവും നിറഞ്ഞ ചിരിയുമായി, ഏറ്റവും സന്തോഷമായി, അല്ലെങ്കിൽ കോൺഗ്രസ് തിരികെ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ ഏറ്റവും സന്തോഷത്തോടെ അദ്ദേഹം അത് മുഴുവൻ അറിഞ്ഞു.